ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു സ്വർണ്ണക്കൊള്ള കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ്. കർമ്മ ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം പേട്ട ആനയറ കിഴക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുവാഭരണത്തിൽ നിന്നും ഒരു കണക്കുമില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. സംഭവത്തിൽ പേട്ട പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെ ഒരു പ്രതിയെയും പിടികൂടിയിട്ടില്ല. ഇതാണ് പരിപാവനമായ ക്ഷേത്രത്തിൽ വർഷങ്ങളായി തന്നെ നടക്കുന്നത്. അതിനാലാണ് അധികാര കസേര ഒഴിയാതെ തന്നെ തുടർച്ചയായി ക്ഷേത്ര ബൈലോ ധരിച്ചുകൊണ്ട് തുടരുന്നതും. കഴിഞ്ഞ മെയ് 26-നാണ് പേട്ട പോലീസ് സംഭവത്തിൽ കേസെടുത്ത് എഫ്ഐആർ ഇടുന്നത്. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് വി സരസനാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി മുൻ അബ്കാരി കൂടിയായ പ്രസിഡന്റ് കെ അനിൽകുമാറും, മൂന്നാം പ്രതി ക്ഷേത്രം സെക്രട്ടറി സുജി, നാലാം പ്രതി എക്സിക്യൂട്ടീവ് ഓഫീസർ ബി എസ് ലിനിൻ, അഞ്ചാം പ്രതിയാകട്ടെ മെമ്പർ സാബു. 2018 ഓഗസ്റ്റ് മാസമാണ് ഈ ഭരണസമിതി ചുമതലയേറ്റത്. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച 15 പവനോളം സ്വർണമാണ് ഇവർ മറിച്ചുവിറ്റതും. ട്രസ്റ്റിന്റെ ബൈലോയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഘം. ഒരു പ്രത്യേക ജനറൽ ബോഡി വിളിച്ചുകൊണ്ട് 18ഓളം ഒപ്പുകൾ വ്യാജമായി രേഖപ്പെടുത്തി വീണ്ടും ഭരണസമിതി നിലനിർത്തുകയാണ് ചെയ്തത്. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ക്ഷേത്രത്തിനുണ്ടായിരിക്കുന്നത് എന്നതാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നതും. എന്നാൽ ഉന്നത സ്വാധീനമുള്ള പ്രതികളെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടുമില്ല. അതിനിടയിൽ ഭക്തജന കൂട്ടായ്മ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതി കമ്മീഷനെ നിയോഗിക്കുകയും കമ്മീഷൻ സ്റ്റോക്ക് പരിശോധിച്ചപ്പോൾ കൂടുതൽ സ്വർണം നഷ്ടമായതായി കണ്ടെത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഈ കേസിലെ പ്രതികളെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് യഥാർത്ഥ ഭക്തരുടെ ആവശ്യം. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അഴിമതിയുടെ കഥകളുടെ ചുരുൾ അഴിയുകയാണ്. ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദേവസ്വം ബോർഡ് അധികൃതരാകട്ടെ ഇതിനു പിന്നിൽ വലിയ രീതിയിൽ ഗൂഢലക്ഷ്യങ്ങളോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്ന വിലയിരുത്തലും പുറത്തുവരുന്നു. ഇതിനു മുൻപ് തൃപ്പൂണിത്തറയിലെ പൂർണ്ണത്രശ്യ ക്ഷേത്രത്തിന് അതിനു മുകളിലെ മകുടം പോലും കാണാതെ പോയിട്ടുണ്ട്. ആരാണ് ക്ഷേത്രത്തിനകത്ത് കയറി മോഷണം നടത്തുന്നത്? എന്തായാലും പുറത്തു നിന്നുള്ള കള്ളന്മാരല്ല, പകരം ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ളവർ തന്നെയാണ്. ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്നവരും ക്ഷേത്ര ഭരണസമിതിയിലുള്ളവരും ക്ഷേത്രത്തിനകത്തുള്ളവരുമാണ് ഈ കൊള്ളകൾ മുഴുവനായി തന്നെ നടത്തുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോലും കൃഷ്ണന് ചാർത്തുന്ന സ്വർണ്ണ കിരീടമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് കിരീടമാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ക്ഷേത്രത്തിലെ പകൽക്കൊള്ള കാലാകാലങ്ങളിലായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ശബരിമലയിൽ നിന്നും അതേപോലെ തന്നെ ഇപ്പോൾ ആനയറ കിഴക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയതിൽ നിന്നുമൊക്കെ തന്നെ പുറത്തു വരുന്നത്. മാത്രമല്ല അധികാരികൾ തന്നെ കൊള്ളയടിച്ച് ഏതൊക്കെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ ഇനി ഉണ്ട് എന്നതാണ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. അതിനൊക്കെ തന്നെ ക്ഷേത്ര ഭരണസമിതിയുടെ ഒത്താശയും നടക്കുന്നുണ്ട്. കാലാകാലങ്ങളിലായി തന്നെ ക്ഷേത്രവാസികൾ ഇത്തരത്തിൽ തന്നെ സ്വകാര്യ വ്യക്തികളിലേക്ക് പോകുന്നത്, അതായത് ക്ഷേത്രത്തിലെ വസ്തുവകകൾ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളിലേക്ക് പോകുന്നത് സംബന്ധിച്ചുള്ള വലിയൊരു സമഗ്രമായ അന്വേഷണമാണ് ഇനി നടക്കേണ്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.